ജനങ്ങളോട് കൈമാറി ജാതിമത രാഷ്ട്രീയ വർണ്ണവർഗ ലിംഗവ്യത്യാസമില്ലാതെ മലയാളിയുടെ മാനവികതയും മനുഷ്യത്വവും ഉയർത്തിപ്പിടിക്കണം എന്നാവശ്യപ്പെടുന്ന ഈ മഹായാത്രയ്ക്ക് തൃശ്ശൂരിലെ രാഷ്ട്രീയത്തിനതീതമായി മതത്തിനതീതമായി മുഴുവൻ മനുഷ്യരുടെയും നന്മയും സ്നേഹവും പിന്തുണയും സ്നേഹപൂർവ്വം ആദ്യം തന്നെ അറിയിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. മനുഷ്യർക്കൊപ്പം എന്ന മഹാമുദ്രാവാക്യത്തിൻ്റെ കാതലെന്ത് എന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കേണ്ടതില്ല. പ്രിയപ്പെട്ട ഉസ്താദും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരും നിങ്ങളോട് സംസാരിക്കും. ഈ യാത്രയുടെ ഭാഗമായി കേരള മുസ്ലിം ജമായത്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട വിവിധ ലഘുലേഖകളിൽ ഒന്നിൻ്റെ അവസാന വരി ഇങ്ങനെയാണ്: യഥാർത്ഥ ജനാധിപത്യ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന, ശരിയായ മതബോധമുള്ള, മതേതര മനസ്സുള്ള, സ്വയം അന്തസ്സുള്ള, മറ്റുള്ളവരുടെ അന്തസ് ഉയർത്തിപ്പിടിക്കുന്ന മനുഷ്യരുടെ ഐക്യനിര പടുത്തുയർത്തുകയാണ് കേരളയാത്രയുടെ ദൗത്യം. കേരളയാത്രയ്ക്ക് പിന്തുണ നൽകാൻ 3.5 കോടി മലയാളിയെ പ്രേരിപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളായി ഞങ്ങളത് സ്വീകരിക്കുന്നു എന്ന് മുസ്ലിം ജമായത്തിൻ്റെ ഈ കേരളയാത്രയെ അഭിസംബോധന ചെയ്യുമ്പോൾ അഭിമാനത്തോടെ പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കൊളോണിയൽ അധിനിവേശത്തിനും അതിക്രമങ്ങൾക്കുമെതിരെ ലോകം വീണ്ടും പ്രതിഷേധിക്കുന്ന ഒരു ഘട്ടത്തിലാണ്. മനുഷ്യർക്കൊപ്പം എന്ന ആശയം അമേരിക്കൻ ഭരണകൂടം നടത്തിയ അതിക്രമം ഇക്കാര്യത്തിലെ അവസാനത്തെ ഉദാഹരണമായി നമ്മുടെ നാട് കാണുന്നുണ്ട്. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം മുഴക്കിയാണ് ട്രംപ് വീണ്ടും അധികാരത്തിൽ വന്നത്. തുടർന്ന് ഇങ്ങോട്ട് വെനസ്വേലയിലെ ആക്രമണം നടപടികൾക്കും ട്രംപിസം നാം കാണുകയുണ്ടായി. ഇന്നലെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 5 കുഞ്ഞുങ്ങളടക്കം 14 പേർ വീണ്ടും മരണപ്പെടുന്ന സ്ഥിതിയുണ്ടായി. ഗസയിലും വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ തുടർന്ന സൈനിക പ്രവർത്തനങ്ങൾക്ക് ട്രംപ് നൽകുന്ന പിന്തുണ, അതിൽ പ്രതിഷേധം പോലും രേഖപ്പെടുത്താത്ത വിധം ലോകത്തെ ചേരിചേരാ പ്രസ്ഥാനങ്ങളുടെ നാടായിട്ടുള്ള ഇന്ത്യ അപമാനകരമായിട്ടുള്ള മൗനമോ അവർക്ക് നൽകുന്ന പിന്തുണയോ ലോക അന്തരീക്ഷത്തിൽ തന്നെ ചർച്ച ചെയ്ത ഏറ്റവും അപമാനകരമായ സംഭവങ്ങളിലൊന്നാണ്. 150-ലധികം ഐക്യരാഷ്ട്രസഭയിലെ അംഗരാജ്യങ്ങൾ ഇസ്രായേൽ പാലസ്തീനു നേരെ നടത്തുന്ന ആക്രമണങ്ങളിൽ പ്രതിഷേധത്തിന്റെയും പാലസ്തീനോടുള്ള ഐക്യദാർഢ്യത്തിന്റെയും ശബ്ദമുയർത്തിയിട്ടും ലോകത്ത് ഇസ്രായേൽ നടത്തുന്ന ഭീകര വാഴ്ചയ്ക്കെതിരെ, സയോണിസ്റ്റ് വാഴ്ചയ്ക്കെതിരെ അപമാനകരമായിട്ടുള്ള മൗനം അവലംബിക്കുന്നവർ നാളെ തലമുറകളോട് ഉത്തരം പറയേണ്ടി വരുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പാലസ്തീൻ വിഷയത്തിലടക്കം ഇന്ത്യ സ്വീകരിക്കുന്ന സമീപനം രാജ്യത്തിനകത്തും പുറത്തും ഒരു ചേരിചേരാ നയത്തിന്റെ അനുഭവമുള്ള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം